ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് മീ എൽഫിൻ അബ്ദുൽ സലാം. മൈസെൽഫ് നൈസ് മോൻ. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നമ്മളൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ഓഡിയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അവർ റേസ് ചെയ്യുന്ന കൺസേണിനെയാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് തവണ CSIR പരീക്ഷ എഴുതി, എനിക്കിതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് സ്വയം അവസാനം അവരുടെ ഇൻകേപ്പബിലിറ്റി ആണ് എന്ന് ചാപ്പ കുത്തിയ കുറച്ച് ആളുകളുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റുകൾ കൊടുത്തിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു ത്രഷ് ഹോൾഡ് കടക്കാൻ പറ്റുന്നില്ല? അതിൽ മിസ്റ്റേക്കുകൾ നിങ്ങൾ എവിടെയാണ് വരുത്തുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാറേ ഇതിൽ നമുക്ക് പറയാനുള്ളത്? ഇത് നല്ലൊരു ചോദ്യം കേട്ടോ. കാരണം എന്നെ PG പഠിപ്പിച്ച ഒരു സാറ്, ഇപ്പം ഞാൻ ഈ നെറ്റിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ആ സാർ എനിക്ക് തന്ന ഒരു ഏറ്റവും നല്ലൊരു അഡ്വൈസാണ് ഞാനെപ്പോഴും ഓർത്ത് വെക്കുന്നത്. CSIR എക്സാം എഴുതാൻ പോകുന്ന ഏതൊരാളും അപ്പോൾ അവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിന് വിജയമോ പരാജയമോ ഒന്നുമില്ല. നമ്മൾ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, നീ ഇത് എപ്പോൾ നിൻ്റെ മനസ്സിൽ തോക്കുന്നോ അപ്പോൾ ഇത് സാധനം തോറ്റും, അപ്പം നിർത്തിയിട്ട് വേറെ പണിക്ക് പോയിക്കോളുക എന്നോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതവണ എഴുതും. കാരണം ഇത് നിസ്സാരപ്പെട്ട ഒരു എക്സാം അല്ല. നമ്മൾ വേറൊരു വേൾഡിൽ നിന്ന് വേറൊരു വേൾഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ എക്സാം. വേറൊരു വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവൽ എക്സാം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ ഫീൽഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പ്രയാസങ്ങളും ഈ ഒരു പരാജയങ്ങളും എല്ലാം. നമ്മൾ കാണാതെ പഠിച്ചും essay എഴുതിയും അങ്ങനെയൊക്കെ നടന്നിരുന്ന ആൾക്കാരിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള കടുകട്ടിയായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ഈ കുറച്ച് പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അവിടെയുള്ള സ്റ്റഡിയിലുള്ള ഇപ്പം പ്രിപ്പറേഷനുള്ള വ്യത്യാസം? ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും CSIR ഫേസ് ചെയ്യുന്നത്? അപ്പോൾ CSIR ലെവലിൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇപ്പം സാധാരണ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിന് എന്ന് പറയുന്നത്, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി, ഞാൻ പഠിച്ച MG യൂണിവേഴ്സിറ്റിയിൽ ഒരു കൂടിപ്പോയാൽ ഒരു കുട്ടി ഒരു തവണത്തെ എക്സാമിന് ചെയ്യുന്നത് 4 പ്രോബ്ലം ആയിരിക്കും. അത് 4 ചിലപ്പോൾ പ്രോബ്ലം ആകണമെന്നുമില്ല, 1 2 4 മാക്സിമം പോയാൽ 4 പ്രോബ്ലം. ഈ 4 പ്രോബ്ലം ചെയ്യുന്ന ഒരാൾ, ഒരു പേപ്പറിന് 4 പ്രോബ്ലം ചെയ്യുന്ന ഒരാൾ CSIRലേക്ക് വന്നു കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന 75 ക്വസ്റ്റ്യൻസിൽ 73 ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. അപ്പോൾ പഠിക്കുമ്പോൾ പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിക്കുന്നതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിന് ഇങ്ങനെ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടോ, കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും ടെസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഇല്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ഫിസിക്സിൻ്റെ പുറകിലെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസുമാണ് നമുക്കിവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ പഠനവും ആ രീതിയിൽ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആളുകൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് പാറ്റേൺ മാറ്റണം. ഇവർ പാറ്റേൺ മനസ്സിലാക്കാൻ സാധാരണ എത്ര നേരമാണ് എടുക്കുന്നത്? ഓക്കെ, നമ്മളിപ്പോൾ എക്സാം എഴുതി തുടങ്ങി, എത്ര അറ്റൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ മനസ്സിലാക്കും? അതോ മനസ്സിലാക്കുമോ? അപ്പം നമ്മൾ ഇപ്പം ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ 5-6 തവണയൊക്കെ ഇങ്ങനെ എഴുതും. അപ്പം ഇങ്ങനെ എന്നിട്ടും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്ത ആൾക്കാർ വീണ്ടും ഇതേ പാറ്റേൺ തന്നെ തുടർന്ന് പോകും. അവർ കുറച്ച് കഴിയുമ്പോൾ ഇത് പരിപാടി നിർത്തും. ഇനി ചിലർ 5-6 തവണയാകും. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ആ കൃത്യം സ്ട്രാറ്റജിയിലോട്ട് വരും. അവരിത് ആ കൃത്യം ശരിക്കും അവരുടെ വിക്ടറി തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവർ ശരിക്കും എക്സാം എഴുതാൻ തുടങ്ങുന്നത്. അതുവരെ വെറുതെ ഒരു വ്യായാമം എന്നുള്ള ഒരു രീതിയിൽ വെറുതെ പോയി എക്സാം എഴുതുക, തിരിച്ചു വരിക എന്നുള്ളത് കവിഞ്ഞ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം അവിടെ നിങ്ങൾക്ക് CSIR നെറ്റ് ക്ലിയർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ്, എങ്ങനെ ചോദിക്കും, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം. ഇപ്പോൾ ചിലർ വിചാരിക്കും ഇവർ തന്നിരിക്കുന്ന സിലബസ് മുഴുവൻ ഞാനത് കാണാതെ ഇത് മുഴുവൻ പഠിച്ചിട്ട് പോയി അങ്ങ് എക്സാം എഴുതിയാലോ. ഇത് മുഴുവൻ പഠിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ഈ 5 മാസത്തെ കാലം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. സെലക്റ്റീവായിട്ട് പഠിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ബോധർ ചെയ്യാതിരിക്കുക. ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്യുക. അത് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആദ്യമായിട്ടാണ് അവർ എക്സാം എഴുതാൻ പോകുന്നത്.
അപ്പോൾ അവർക്ക് ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളതിനെപ്പറ്റി യാതൊരു ഐഡിയയും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി, നമുക്കറിയാം ഏത് ഫീൽഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക, എവിടെ നിന്നാണ്. പിന്നെ അബ്രപ്റ്റായിട്ടൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹെൽപ്ലെസ് ആണ്. പക്ഷേ എന്നാലും നമുക്കറിയാം ജനറലി ഏത് ഭാഗം. ഓബിയസ്ലി സാർ റിസർച്ചിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഏത് ഏരിയയിലാണ് റിസർച്ച് കൂടുതൽ നടക്കുന്നത്, അതെ നമുക്കറിയാം ഫോക്കസ് എവിടെയാണ്. സാറിന് UGC സബ്ജക്റ്റുകളിൽ നമ്മൾ ഓരോ തവണയും പാറ്റേൺ മാറി എന്ന് പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്താണോ നമ്മുടെ JRF ഫണ്ടിങ് നമ്മൾ തരുന്ന ആളുകൾ ഏത് സബ്ജക്റ്റിലാണോ നമുക്ക് റിസർച്ച് കൂടുതൽ വേണ്ടത് എന്ന് അവർക്കൊരു തോന്നലുള്ളത്, ആ ടോപ്പിക്കുകൾക്കായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫോക്കസിൽ കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് JRF കിട്ടും. ആ JRF ഡിഫൈനിങ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ എനിക്ക് CSIR പക്ഷെ അങ്ങനെയല്ല തോന്നിയിരിക്കുന്നത്. ഇവർ ഓരോ IIT-കളിലായിരിക്കും ഓരോ തവണയും ഇതിൻ്റെ ഓഫീസേഴ്സായിട്ട് നിയമിക്കുന്നത്. ഇപ്പം റൂർക്കി IIT എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ക്വാണ്ടം മെക്കാനിക്സും ന്യൂക്ലിയർ ഫിസിക്സും ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. ഇനി ചെന്നൈ IIT എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ ഉറപ്പായിട്ടും ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്നും ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഈ IIT-കളിൽ നടക്കുന്ന ഓരോ ഏത് IIT-കളിലാണ് കൂടുതൽ റിസർച്ച് നടക്കുന്നത്, അവരുടെ ഏരിയ ഏതാണോ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ. ഏത് IIT ആണ് ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. എക്സാം കഴിഞ്ഞാലേ നമുക്ക് ഇതിനെ ഏകദേശം ഒരു റെവലേഷൻ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കും അടുത്ത എക്സാമിന്റെ പാറ്റേൺ നമുക്ക് ഏകദേശം നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. കാരണം നമുക്ക് ഏതൊക്കെ പോർഷൻസ് പഠിക്കണം. ഇപ്പം കോർ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ കോർ ടോപ്പിക്കുകളാണെങ്കിലും അതും കടൽ പോലെ കിടക്കുക. അതിനകത്ത് ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഇല്ലാതെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് തിരഞ്ഞെടുക്കണം, ഏത് ഒമിറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി അവർക്ക് ഒരു ഐഡിയ ഇല്ല. സോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകൾ എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഈ ലൂപ്പിൽ പെട്ട് കിടക്കുന്നത്. അപ്പോൾ ടു കൗണ്ട് ബാക്ക്, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ എക്സാം പാറ്റേണിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. PG കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ PG എക്സാം പോലെ ഒരു പരീക്ഷയാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറെ ഫോൾ ബാക്ക് വരും. അല്ലാതെ നമ്മൾ പോയിന്റ് ബേസ് ആയിട്ട് പഠിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം ബേസ് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണമെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷിൽ കുറെ ആളുകൾ ടൈം വേസ്റ്റ് ചെയ്ത് കളയും. ആൻഡ് ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാത്തിനെയും കോമ്പാക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കാത്തത് കൊണ്ടും ആളുകൾക്ക് ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഈ സാധനം നിർത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അതിന് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മുടെ സിലബസിലെ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം മിക്ക ആൾക്കാരും ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ടുണ്ടാവില്ല. ഈ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇത് CSIR-ന് വേണ്ടി മാത്രമായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് ബേസ് മുതൽ പഠിച്ചു തുടങ്ങേണ്ടി വരും. അപ്പം അതിനകത്തുനിന്ന് കൂടിപ്പോയാൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് കളയാൻ പറ്റിയാൽ വേറെ ഏതെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ അവർ പഠിച്ചതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻ പോകുന്നതിന് നഷ്ടം അധികം വരാൻ പോകുന്നില്ല. ഗ്രൂപ്പ് തിയറി അറിയാവുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണോ കോറായിട്ടുള്ളത് അതിന് പെരിഫറൽ ആയിട്ടുള്ള ഏരിയാസിലേക്ക് സ്റ്റഡീസിനെ സ്പ്രെഡ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയൊരു ഫീൽഡ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടായിട്ട് അതും 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമായിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരാൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ നമുക്ക് നമ്മളുടെ ബാച്ചിൽ അവൈലബിൾ ആണ് അല്ലേ. റിസർച്ച് സ്കോളർ ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും പരീക്ഷകളും എല്ലാം ക്യൂറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങൾ പഠിക്കേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, എക്സാംസ്, നമ്മൾ പരീക്ഷ എങ്ങനെയാണോ എഴുതുന്നത്, CBT എക്സാം എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് അതേ പാറ്റേണിലുള്ള ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ്, MCQ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എക്സാമുകൾ, ആക്ടിവിറ്റീസ്, പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ്, ലേണിംഗ് ആൻഡ് റീഫർബിഷിങ് അവർ നോളജ്. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ 6 മാസത്തെ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ 2 വർഷത്തെ കാര്യങ്ങൾ നമ്മൾ 6 മാസത്തേക്ക് കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് വൈഡായിട്ട് വായിച്ച് പോകേണ്ടാതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങളുടെ ടോപ്പിക്കുകൾ ഏതാണോ അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നത്. ഇത്തവണ പരീക്ഷ കഴിഞ്ഞു, നിരാശരായിട്ടാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ചോയ്സ് ടേക്ക് ദ റൈറ്റ് പാത്ത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം പഠിപ്പിക്കാനുള്ള മിടുക്കരായ അധ്യാപകരും ഇവിടെയുണ്ട്. നമ്മളുടെ ജൂൺ 2026 അഡ്മിഷൻസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ്.
ഓരോ സമയവും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കളയുന്നത് മറ്റൊരാൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മളെക്കാളും നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റേസിൽ ആദ്യം എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നേരത്തെ തുടങ്ങുക, ഏറ്റവും മികച്ചതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ്. തീർച്ചയായും. യെസ്. സോ നമ്മുടെ കോഴ്സിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8386881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ താഴെ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻസ് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഈ ജൂൺ 2026 നെറ്റ് JRF CSIR ഫിസിക്സിൽ നിങ്ങൾക്കുള്ളതാണ്. CCക്കൊപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. യെസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ ആസ്പിരൻസ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ടും കൂടുതൽ എഡ്യൂക്കേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ടും വിൽ ബി ദെയർ വിത്ത് യു. താങ്ക് യു.